വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ അതേ രീതിയിൽ തന്നെ ഇങ്ങ് പാലക്കാട് നെല്ലിയാമ്പതിയിലും ഉരുൾപൊട്ടലുണ്ടായി. ആ പ്രദേശത്ത് നെല്ലിയാമ്പതിക്ക് തൊട്ടുമുമ്പ് ഉള്ള മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതേ ദിവസം തന്നെയാണെന്ന് തോന്നുന്നല്ലേ അവിടെയും ഈ നെല്ലിയാമ്പതി മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത്? 30-ാം തീയതിയാണ് ഉരുൾപൊട്ടലുണ്ടായത്. പക്ഷേ ഇവിടെ ചെറുനെല്ലി കോളനിയിലെ ആളുകൾ ഒറ്റപ്പെട്ടു പോയി. രണ്ട് സൈഡും ബ്ലോക്ക് ആയിരുന്നു. അവർ എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടിയെന്ന് അറിയാൻ പറ്റിയിരുന്നില്ല. ഇവർ എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുക, ഒരു ക്യാമ്പിലേക്ക് എങ്ങനെ എത്തിക്കുക എന്ന് അറിയാൻ പറ്റിയില്ലായിരുന്നു. പിന്നെയാണ് നേരത്തെ ഇതുപോലെ വഞ്ചി തുഴഞ്ഞ് കൊണ്ടുവരാൻ പറ്റുന്നത്. അങ്ങനെ ഡാമിനുള്ളിൽ കൂടെയാണ് അവരെ കൊണ്ടുവന്നത്. ഇതേ ഒരു സമാന സാഹചര്യം 2018 ആ ഒരു പ്രളയ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ അതെ, ഇവരെ അതേ സാഹചര്യത്തിലാണ് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ഇവരുടെ തൊട്ടടുത്തുകൂടിയാണ് ഉരുൾപൊട്ടി പോയിരിക്കുന്നത്. ഇപ്രാവശ്യം അതേ തന്നെയാണ്. ഇവരെ തൊട്ടടുത്ത്, മുകളിൽ പൊട്ടിക്കഴിഞ്ഞാൽ താഴെ ഇവരെ തൊട്ടടുത്ത് തന്നെ എത്തും. അവരുടെ വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് വീടിന്റെ പുറകിലൊക്കെ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ബ്ലോക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ പോയി കോളനിയിൽ പോയി സന്ദർശിച്ചാലേ പറയാൻ പറ്റുള്ളൂ ഇനി എന്താ അവസ്ഥ എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. എങ്ങനെയായിരുന്നു? രാത്രിയിലായിരുന്നു ഉരുൾപൊട്ടലൊക്കെ വന്നത്. വീടിന്റെ മുറ്റത്തുകൂടെ ഒക്കെ വന്ന് പോയി. ചെറിയമ്മയുടെ വീടിനടുത്തൊക്കെയാണ് വന്നത്. രാത്രിയായിരുന്നു. അതും മുകളിലത്തെ വീട്ടുകാരായിരുന്നു. ഞങ്ങൾ ഏറ്റവും താഴെയുള്ളവരാണ്. പിന്നെ ഇവർ രാത്രി വന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിയണത്. പിന്നെ രാത്രി ഇങ്ങനെ കഴിച്ചുകൂട്ടിയെ? രാത്രി എങ്ങോട്ടും മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി ഒന്നാമത് വെളിച്ചമില്ല, കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. ആകെ മൊബൈൽ ടോർച്ചാണ് ഉപയോഗിക്കണത്. ചെറിയ സിഗരറ്റ് ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടാണ്, പന്തമൊക്കെ ആയിട്ടാണ് ചെറിയ ഒരു വെളിച്ചം. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. പേടിയുണ്ടായിരുന്നോ കുഞ്ഞൊക്കെ? പേടിയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞൊക്കെ ഉള്ളതായിട്ട്. പിന്നെ ചേച്ചി വന്ന് പറഞ്ഞു, കുറേ സങ്കടം പറഞ്ഞു, പിന്നെ കരഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പുറമേ ഉള്ളതിനെ വിളിച്ച് പറയാനായിട്ട് വേറെ നിവർത്തിയില്ലായിരുന്നു. റേഞ്ച് ഇല്ലാത്ത അവസ്ഥ. പാടകേരി പോലീസ് അവർ കുറേ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു ജീവിതമാണല്ലേ ആ മേഖലയിൽ? അതെ അതെ. ഇനിയിപ്പോ എത്ര ദിവസം ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റുമോ? ഇനി ഇവിടെ എത്ര ദിവസം കഴിയാൻ പറ്റുമെന്ന് നമുക്കൊന്നും എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ഒരാഴ്ച 2 ആഴ്ച ഓരോ ഓണം വരെയെന്നും തോന്നുന്നു. റോഡ് ശരിയാവാണ്ട് നമുക്ക് പോകാനും പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും വീണ്ടും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആകാൻ പറ്റില്ലല്ലോ. രാവിലെയും എല്ലാവരും കെട്ടിയൊരുങ്ങി വരാൻ വേണ്ടി നിന്നാണ്. റോഡ് സൈഡിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ റോഡ് സൈഡിൽ കയറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല. അവിടെ ഏകദേശം നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ട്? അവിടെ ഏകദേശം 14 കുടുംബങ്ങളാണ്. അവിടെ പൊതുവെ നിങ്ങളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ എന്താ? തൊഴിലും കാര്യങ്ങളൊക്കെ പുറമെയാണ്. എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നു, കാട്ടിൽ പച്ചമരുന്നെടുക്കാൻ പോവാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. എന്തായാലും ഈ നെല്ലിയാമ്പതി ആ മേഖലയോട് ചേർന്നുള്ള വനമേഖലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ എന്തായാലും വലിയ രീതിയിലൊരു ആളപായം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ വയനാട്ടിൽ സമാനമായ രീതിയിലുള്ള വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ആ റോഡ് ഇപ്പോൾ സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമങ്ങളിലാണ് NDRF-ഉം സംഘവുമൊക്കെ ഇപ്പോൾ ഉള്ളത്.